പെൺമയുടെ പുതുമയാർന്ന ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള ചലച്ചിത്ര ഗാനലോകത്ത് നിരവധി ഗായികമാരുണ്ട്. ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന പല ഗായികമാരും ഇന്ന് മലയാള ചലച്ചിത്ര ഗാനലോകത്ത് സജീവ സാന്നിധ്യമില്ല. ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ഗാനലോകം മാറിയതോടുകൂടി ഇവരെയെല്ലാം അവഗണിച്ചു എന്ന് വേണം പറയുവാൻ. 80കളിൽ നിറ സാന്നിധ്യമായിരുന്ന ഒരു ഗായികയാണ് ഇന്നത്തെ പെൺമയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈശ്വരി പണിക്കർ. പ്രശസ്ത സംഗീത സംവിധായകനായ ദക്ഷിണാമൂർത്തിയുടെ ശിഷ്യ കൂടിയാണ് ഈശ്വരി പണിക്കർ. ഈശ്വരി പണിക്കരുടെ സംഗീത ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഇന്നത്തെ പെൺമയിലൂടെ. ആലാപനത്തിന്റെ സവിശേഷ സൗന്ദര്യമാണ് ഈശ്വരി പണിക്കർ. സംഗീതത്തിന്റെ വ്യത്യസ്ത ധാരകളിലൂടെയുള്ള നിരന്തരമായ പ്രയാണമാണ് ഈ ഗായികയുടെ ജീവിതചര്യ. മനോഹരമായ പാട്ടുകളുടെ ആസ്വാദനത്തിലൂടെയാണ് സംഗീതത്തിന്റെ വഴിത്താരയിലേക്ക് എത്തുന്നത്. ആ ഗാനങ്ങളൊക്കെ ഈശ്വരി പണിക്കർ ഗൃഹാതുരതയോടെ ഓർക്കുന്നുമുണ്ട്. കൊച്ചുനാൾ മുതലേ നല്ലതായിട്ട് പാടുമായിരുന്നു. വീട്ടിൽ എൻ്റെ ചേച്ചി പഠിപ്പിക്കാനായിട്ട് സാർമാർ വരും. അപ്പോൾ അത് കേട്ടിരുന്ന് പഠിച്ച് പാടുമായിരുന്നു. അങ്ങനെ ആയി അത് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. പിന്നെ രത്നാകരൻ മാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയെ കാണാനുള്ള ഇട വന്നു. അങ്ങനെയാണ് സംഗീതത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. സന്ധ്യക്കെന്തിനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം കാട്ടാറിനെന്തിനു പാദസരം എൻ കൺമണിക്കെന്തിനാഭരണം. അങ്ങനത്തെ പാട്ടുകളൊക്കെ വളരെ കേട്ടാൽ വളരെ ഈണവും അതിൽ നല്ല മീനിങ്ങും ഉള്ള സോങ്സുകളുണ്ടായിരുന്നു. പിന്നെ ജാനകി അമ്മ, സുശീലമ്മ, യേശുദാസ് ഇവരുടെയൊക്കെ പീക്ക് ടൈമായിരുന്നു അത്. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താലൂഞ്ഞാലിട ആകാശ പൊന്നാലിൻ നിരകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. അങ്ങനത്തെയൊക്കെ നല്ല മെലഡി സോങ്സ് ധാരാളമുള്ള സമയം. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ, ഇതൊക്കെ ജാനകി അമ്മയുടെ ഏറ്റവും ഉള്ള ഹിറ്റ് സോങ്സ്. ഇതൊക്കെ കേട്ട് മൂളി ആണ് ഈ സംഗീതത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള സോങ്സ്. അതുപോലെ തന്നെ ലതാ മങ്കേഷ്കറുടെ സോങ്സും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു എനിക്ക്. കർണാടക സംഗീത ലോകത്തെ ചക്രവർത്തിയായ ദക്ഷിണാമൂർത്തി സ്വാമികളാണ് ഈശ്വരി പണിക്കർക്ക് സംഗീതത്തിന്റെ വെളിച്ചം പകർന്നുകൊടുത്തത്. ഒരു അപൂർവ അനുഗ്രഹത്തിന്റെ സാഫല്യമായിരുന്നു അത്. സ്വാമിയുടെ ഒരു ഏറ്റവും ഫേവറേറ്റ് രാഗം തോടി എന്ന് പറയാം. അതിൽ സ്വാമി ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാടി പോവും വടലൂർ വള്ളലേ കാണവാടി പോവും വടലൂർ വള്ളലേ കാണവീരേതോടി വാടി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട് നാട്ടരാഗത്തിൽ, അത് പാടാം. അത് വന്നിട്ട് ശ്രീ മഹാഗണപതിം ഭജരേ ഏ മാനസാശ്രിത ജന പാലനം ഗജാനനം ശ്രീ ശ്രീ. ദേവീ സ്തുതികളാണ് എനിക്ക് പാടാൻ ഏറ്റവും ഇഷ്ടം. ദേവി പൂജയാണ് സാധാരണ ചെയ്യുന്നത്. മൂകാംബിക ഭക്തയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ശ്ലോകം സകുങ്കുമവിലേപനാ അലകചുംബി കസ്തൂരികാ സമന്ദ
हसिते क्षणा सशरचापपाशाङ्कुशा अशेषजनमोहिनी अरुणमाल्य भूषाम्बरा जपा कुसुम भासुरा जपविधौ स्मरे अम्बिका. എല്ലാ രാഗങ്ങളെയും ഈശ്വരി പണിക്കർ പ്രണയിക്കുന്നു. അതിന്റെ ആലാപനത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. ചലച്ചിത്രത്തിന്റെ ലോകത്തും ഈശ്വരി പണിക്കർ സജീവമായിരുന്നു. കാവേരി എന്ന ചലച്ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. ദക്ഷിണാമൂർത്തി സ്വാമിയും ഇളയരാജയും കൂടി ചേർന്ന് ആദ്യമായിട്ടൊരു ഫിലിം മലയാളത്തിൽ അതിന് സംഗീതം നൽകി. ആ സിനിമയുടെ പേരാണ് കാവേരി. അതിലാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. കാവാലം നാരായണപ്പണിക്കർ അദ്ദേഹമാണ് അതിന് ലിറിക്സ് എഴുതിയിരുന്നത്. നമ്മൾ മദ്രാസിൽ വെച്ചത് റെക്കോർഡ് ചെയ്തു, പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ച്. അതൊരു വലിയ അനുഭവം തന്നെ ആയിരുന്നു. ഇങ്ങനെ റെക്കോർഡിങ്ങിനൊന്നും നേരത്തെ ഒന്നും പാടിയിട്ടില്ല. എങ്ങനെയാണ് മൈക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ക്ലാസിക്കൽ മാത്രം പഠിച്ചൊരു കുട്ടിക്ക് അതൊരു ശരിക്കും ഒരു പഠനം തന്നെയായിരുന്നു. ബിക്കോസ് വോയിസ് കൺട്രോൾ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പാടിച്ച് എടുത്തു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ മൈക്ക് കൺട്രോൾ എന്താണെന്ന് പഠിക്കുന്നത് തന്നെ. ആദ്യമായിട്ട് പാടിയത് ഒരു കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹരേരപ്രിയ രാഗത്തിലുള്ള ഒരു കൃതിയായിരുന്നു. അത് ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു അത്. ഇങ്ങനെയാണ് അതിൻ്റെ ഈണം പോകുന്നത്. ഗും ഗുരവേ നമഃ ഗം ഗണപതയേ നമഃ ഗണപതയേ 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 ഗും ഗുരവേ നമഃ. അടുത്തതായി അവിടെ തന്നെ പാടിയത് ബാലമുരളീകൃഷ്ണനുടെയാണ് ആദ്യമായിട്ടുള്ള ഡ്യൂറ്റ് പാടിയത്. അദ്ദേഹം വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് പറഞ്ഞു തന്നു എല്ലാ കാര്യങ്ങളും. അപ്പം അതിൽ ഒരു പാട്ട് വന്നിട്ട് ജന്മങ്ങൾ വരം തരും ധന്യസ്മൃതിയിലൂടെ ആനന്ദ കണ്ണി കഥ തൂവും രാത്രി പ്രിയമാനസ മാനസപ്രീ കാമാനുഭൂതികരം ഈ നീലനം. അങ്ങനെ ഒരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയത്, ഡ്യൂറ്റ്. കാവേരി സിനിമ കഴിഞ്ഞ് വേറെ പല റെക്കോർഡിങ്സും ചെയ്തു. തരംഗിണിയിൽ വെച്ചിട്ട് ഹരിശ്രീ, എക്കോ ഇവർക്ക് വേണ്ടിയൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ബോംബെ എസ് കമാൽ സാറിന്, പിന്നെ ടി കെ ലായൻ, ബിച്ചു തിരുമലയുടെ കൃതികൾ, രമേശൻ നായരുടെ കൃതികൾ, പിന്നെ ഒ എൻ വി കുറുപ്പിൻ്റെ ഇവരുടെയൊക്കെ പാടിയിട്ടുണ്ട്. ജയൻ ചേട്ടനോട്, അതായത് ജയചന്ദ്രൻ, അദ്ദേഹത്തിനോട് ഒരുപാട് സ്റ്റേജ് പെർഫോമൻസിൽ പാടിയിട്ടുണ്ട്. യേശുദാസിൻ്റെ കൂടെ, യേശുദാസിൻ്റെ കൂടെയും പിന്നെ വേണുഗോപാലിൻ്റെ കൂടെയും എം ജി ശ്രീകുമാറിൻ്റെ കൂടെയും ഇവരുടെ ഒക്കെ കൂടെ പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായി. പാട്ടിൽ എന്നെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അമ്മ തന്നെയാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു സംഗീതം. എപ്പോഴും പാടണം 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 എന്ന് പറഞ്ഞ് അമ്മയാണ് എന്നെ സംഗീതത്തിലേക്ക് നയിച്ചത്. ദക്ഷിണാമൂർത്തി സ്വാമി
പഠിപ്പിക്കാനിടയായി. സ്വാമിയിൽ നിന്നും സംഗീതമല്ലാതെ തന്നെ ജീവിതത്തെക്കുറിച്ച് തന്നെ സ്വാമി ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്തി എന്താണെന്ന് സ്വാമി എന്നെ നല്ലോണം ആ ഒരു ധാരണ നമുക്ക് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഓമനക്കുട്ടി ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മ്യൂസിക്കിൽ MA എടുത്തു വിമൻസ് കോളേജിൽ നിന്ന്. അപ്പം ഓമനക്കുട്ടി ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് മൈ മ്യൂസിക്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ കോളേജ് ഡേയ്സിൽ ഹെൽപ്പ് ചെയ്തത് ജാനകി ദേവി എന്ന് പറഞ്ഞ NSS കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ചേച്ചി. വളരെ ഒരു പേഴ്സണൽ ഫ്രണ്ടാണ്. എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്തിയുടെ വർണ്ണപ്രഭകളിൽ മുഴുകാൻ ഈശ്വരി പണിക്കർക്ക് താല്പര്യമില്ല. മറിച്ച് സംഗീതത്തെ ഉപാസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി എൻ്റെ സംഗീതത്തിൽ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട് പഠിപ്പിക്കണം എന്നാഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരു അക്കാഡമി തുടങ്ങണം എന്നാഗ്രഹമുണ്ട്. ധാരാളം കുട്ടികളെ തനതായിട്ടുള്ള കർണാടക സംഗീതം എന്താണെന്ന് പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. TV-യിലും മാസികകളിലുമുള്ള പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും ആഗ്രഹിച്ചു പോകാറുണ്ട് അതുപോലത്തെ മോഡൽസിൻ്റെ മുടികൾ നമുക്കും ലഭിക്കാൻ. പക്ഷേ നമ്മൾ എത്രമാത്രം സൂക്ഷിച്ചാൽ മാത്രമാണ് അത്തരത്തിലുള്ള സുന്ദരമായ മുടികൾ ലഭിക്കുക? എന്തായാലും ഇന്നത്തെ സൗന്ദര്യത്തിൽ ബിന്ദു ശശികുമാർ നൽകുന്ന ഒരു ഹെയർ ടിപ്പാണ്. നമുക്കും ഒന്ന് ശ്രമിച്ചു നോക്കാം നല്ലൊരു മുടി കിട്ടാൻ. കാണാം സൗന്ദര്യം. സൗന്ദര്യത്തിലേക്ക് സ്വാഗതം. ഇപ്പം നല്ല ചൂട് സമയമാണല്ലോ. ചൂടെന്ന് പറയാൻ പറ്റത്തില്ല. ചൂടും മഴയും രണ്ടും കൂടെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ്. ഇപ്പം സ്ത്രീകളെ അപേക്ഷിച്ച് ഒരുപാട് സ്കിന്നിനായാലും ഹെയറിനായാലും ഒരുപാട് പ്രോബ്ലം വരുന്ന ഒരു സമയമാണ് ഈ ഒരുപാട് ചൂട്. വേനൽക്കാലവും അതിൻ്റെ കൂടെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചെറിയ ചെറിയ മഴയും ഇത് സ്ത്രീകളുടെ സ്കിന്നിനെ വല്ലാതെ ബാധിക്കും. അതുപോലെ തന്നെ ഹെയറിനെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്ക് ഈ മഴയും ചൂടും രണ്ടും കൂടെ കലർന്ന ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ഹെയർ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഞാനൊരു 3-4 ടിപ്സ് പറയാം. വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾ ആ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുടെ ഹെയറിനെ ഈ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പണ്ട് കാലത്തെ മുത്തശ്ശിമാർ പറയാറുണ്ട്, തല നിറയെ എണ്ണ തേച്ച് നല്ല കുളിർക്കെ എണ്ണ തേച്ച് അങ്ങോട്ട് കുളിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. തല നിറയെ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതായത് വരണ്ട ഹെയർ ഉള്ളവർക്ക് ഒരു എണ്ണ തേച്ച് കുളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളുടെ തലയിൽ എണ്ണ അതിനനുസരിച്ച് അങ്ങനെ അധികം എണ്ണ തേച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് കുളിർക്കെ എണ്ണ തേച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ തലമുറയിലുള്ള കുട്ടികളെ ഒരുപാട് ഷാമ്പു ചെയ്തിട്ട് ഹെയറും സ്കാൽപ്പും എല്ലാം ഭയങ്കര ഡ്രൈ ആക്കി വെക്കാറുണ്ട്. പക്ഷേ അത് പാടില്ല. അത്രയും നമ്മളുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഹെയർ ഒന്ന് പരിചരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഹെയറിൽ എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ ഹെയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ പറയാം. വരണ്ട ഹെയറാണ്. വരണ്ട ഹെയർ നമ്മളുടെ തലമുടി 3 തരമാണ് കാണുന്നത്. ഓയിലി ആയിട്ടുള്ള ഹെയർ ഉണ്ട്, വരണ്ടതായിട്ടുള്ള ഹെയർ ഉണ്ട്, നാച്ചുറൽ ഹെയർ ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള തലമുടിയാണ് തരം തിരിച്ചേക്കുന്നത്. അതിൽ നോർമലായിട്ടുള്ള ഹെയറിൽ നമുക്ക് കൂടുതൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ടിയില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഷാമ്പു തേച്ച് കണ്ടീഷണർ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യണം. അത് നിർബന്ധമാണ്. ഈ ഒരാഴ്ച നമ്മൾ ട്രാവൽ ചെയ്ത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ ഒരുപാട് അഴുക്ക് അബ്സോർവ് ആവുന്നുണ്ട്. 2 വീലറിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക് ഒരുപാട് അഴുക്ക് ഹെയറിൽ വന്ന് പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ നല്ല ഒരു ഷാമ്പു, അതായത് കമ്പനിയുടെ ഷാമ്പു തന്നെ ഉപയോഗിക്കണം. ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് മുടി വാഷ് ചെയ്ത് അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ നിർബന്ധമായിട്ട് യൂസ് ചെയ്തിരിക്കണം. കാരണം ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന സമയം ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണ്. അപ്പോൾ ഈ ഡ്രൈനെസ് മാറാനും ഹെയറിന് ഒരു സോഫ്റ്റ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും കണ്ടീഷണർ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ ഷാമ്പു ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നിർബന്ധമായിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്തിരിക്കണം. നോർമൽ ഹെയർ ഉള്ളവർക്ക് കൂടുതൽ നമ്മൾ ഹെയറിലോട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നില്ല. നാച്ചുറലായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ മതിയാവും. പക്ഷേ ഓയിൽ ഹെയർ ഉള്ളവർ ഒന്നരാടം വിട്ട്, അതായത് ഓരോ ദിവസം വിട്ട്
ഹെയറിൽ കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ മാത്രമല്ല, ഷാമ്പു യൂസ് ചെയ്ത് കണ്ടീഷണർ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യണം. ഒന്നരാടം വിട്ടെങ്കിലും ചെയ്തിരിക്കണം. കാരണം ഓയിൽ ഹെയർ ഉള്ളവരുടെ ഹെയറിൽ എപ്പോഴും ഓയിലിൻ്റെ ഒരു മയം ഉണ്ടാവും. പൊടി പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നത് ഈ ഓയിൽ ഹെയറുകാർക്കാണ്. വെറുതെ ട്രാവൽ ചെയ്യണമെന്നുമില്ല, വീട്ടിൽ തന്നെ വെറുതെ ഇരുന്നാലും പുറത്തുകൂടെ വെറുതെ പോണ പൊടിയെല്ലാം വന്നിങ്ങ് തലയിലോട്ട് അങ്ങ് പറ്റും. അപ്പം കൃത്യമായിട്ടും ഒന്നരാടം വിട്ട് ഹെയർ നന്നായിട്ട് ഷാമ്പൂ ചെയ്ത് വാഷ് ചെയ്ത് കണ്ടീഷണർ ഇട്ട് അത് വൃത്തിയായി സൂക്ഷിക്കണം. അത് നിർബന്ധമാണ്. ഓയിൽ ഹെയർ ഉള്ളവർക്ക് അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത നമ്മൾ വരണ്ട ഹെയർ. വരണ്ട ഹെയറാണ് ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ള ഹെയർ. വരണ്ട ഹെയർ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ മുടി ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോകും, കൊഴിഞ്ഞു പോകും. വരണ്ട ഹെയർ ഉള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മുടി പൊട്ടിപ്പോകുന്നതാണ്. അത് ഒരു പരിധിവരെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റാൻ പറ്റും. ഈ വരണ്ട മുടിയുള്ളവർ ഡെയിലി ഒരു 10 മിനിറ്റ് നല്ല കോക്കനട്ട് ഓയിൽ ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി തലയോട്ടിയിലും തലമുടിയിലും, തലയോട്ടി മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, തലയോട്ടിയിലും ഹെയറിലും താഴോട്ടുള്ള മുടിയിലും നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം. മസാജ് കൊടുത്ത് 10 മിനിറ്റ് ഈ ഓയിൽ തലയിൽ കിടന്നാൽ മതിയാവും. ഈ 10 മിനിറ്റ് കിടക്കുന്നതും 1 മണിക്കൂർ കിടക്കുന്നതും അത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കാരണം 10 മിനിറ്റ് മാത്രമേ നമ്മളുടെ തലമുടിയിലും തലയോട്ടിയിലും എല്ലാം എണ്ണയുടെ ആ പ്രവർത്തനം ഉണ്ടാവുള്ളൂ. ഇപ്പം 1 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമ്മളെ മുടിക്ക് ഹെൽത്തി കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 10 മിനിറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം. മസാജ് കൊടുത്തതിന് ശേഷം എല്ലാവർക്കും സമയം കണ്ടെത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല, എങ്കിൽ കൂടി ഒന്ന് സ്റ്റീം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റീം കൊടുക്കുകയോ, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്റ്റീം കാണണമെന്നില്ല. അങ്ങനെയുള്ളവർ ഒരു ചരുവത്തിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൻ്റെ അകത്ത് നല്ലൊരു ടവല് മുക്കിപ്പിഴിഞ്ഞ് തലയിൽ ചുറ്റി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. എന്തായാലും നമ്മളിപ്പം തലയിൽ അപ്ലൈ ചെയ്ത ഓയിൽ മുടിയിലും തലയോട്ടിയിലൊക്കെ ഒന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം മുക്കിപ്പിഴിഞ്ഞ ടവൽ വെച്ച് മുടിയിൽ കെട്ടുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, ഇതിപ്പോൾ നമ്മൾ 10 മിനിറ്റ് എണ്ണ ഇട്ടേക്കുവാണ് തലയിൽ, അതിനുശേഷം ഈ സ്റ്റീം കൊടുക്കുവാണ് 10 മിനിറ്റ്, എല്ലാം കൂടി 20 മിനിറ്റായി. 20 മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാമ്പുവേ അവർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. വീര്യം കൂടിയ ഷാമ്പു ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു കണ്ടീഷണർ ഉപയോഗിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കണ്ടീഷണർ കിടന്നാൽ മതിയാവും. 10 മിനിറ്റ് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ടവൽ ഉപയോഗിച്ച് മുടി ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കുളിച്ച് കയറി കഴിഞ്ഞ് ഒരു ഇച്ചിരി മുടിയൊന്ന് ഡ്രൈ ആയതിനു ശേഷം കോമ്പിട്ട് നന്നായിട്ട് ചീകും. പക്ഷേ അങ്ങനെ ചീകാൻ പാടില്ല. ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർ കോമ്പിട്ട് അമർത്തി ചീകാൻ പാടില്ല. ശരിക്കും പല്ല് അകന്നകന്നിരിക്കുന്ന കോമ്പുണ്ട്, നന്നായിട്ട് നീങ്ങിയിരിക്കുന്ന കോമ്പ് വെച്ച് ചെറിയ രീതിയിൽ, അധികം മുടി പ്രസ് ചെയ്യാതെ ചെറിയ രീതിയിൽ ചീകി പകുതി വരെയും കൊണ്ട് വയ്ക്കാൻ പാടില്ല. ചീകി താഴോട്ട് ആ മുടിയുടെ എൻഡ് വരെ കൊണ്ടുപോകണം. അങ്ങനെ ചെറിയ രീതിയിൽ. ഒരിക്കലും ഡ്രയർ ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈ ഹെയർ ഉള്ള ആരും ഒരിക്കലും ഡ്രയർ തലയിൽ ഉപയോഗിച്ച് ഉണക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ ദോഷം വരുത്തും. അതായത് ഡ്രയറിൽ നിന്ന് വരുന്ന ചൂട് കാറ്റായാലും തണുത്ത കാറ്റായാലും മുടി വീണ്ടും ഡ്രൈനെസ് ആക്കി പൊട്ടി കൊഴിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. ഡെയിലി ഡ്രൈ ഹെയർ ഉള്ളവർ ഞാൻ പറഞ്ഞ രീതിയിൽ ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ല ഒരു ഹെൽത്തി ഹെയറും നിങ്ങൾക്കുണ്ടാകും. നന്നായിട്ട് മുടി ഉണ്ടാകുകയും ചെയ്യും. നല്ല ലെങ്തായിട്ട് മുടി വളരുകയും ചെയ്യും. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ പെൺമ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം പെൺമയിലൂടെ. നന്ദി, നമസ്കാരം. കോസ്റ്റ്യൂം കേഡസി പോത്തീസ് MG റോഡ്, തിരുവനന്തപുരം.